ന്യൂയോർക്കിലെ സർഗവേദിയുടെ ആഭിമുഖ്യത്തിൽ വി.എസ്. അച്യുതാനന്ദൻ അനുസ്മരണം നടത്തി. ജൂലൈ 25 നടന്ന അനുസ്മരണത്തിൽ സർഗവേദിയുടെ പ്രവർത്തകർക്ക് പുറമെ ട്രൈ സ്റ്റേറ്റിന്റെ നേതാക്കളും ആദരാഞ്ജലികൾ അർപ്പിച്ചു. കേരള സെന്റർ സ്ഥാപക പ്രസിഡന്റ് E.M. സ്റ്റീഫന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ ജോസ് കടാപ്പുറം ആമുഖപ്രസംഗം നടത്തി. ജെ. മാത്യൂസ്, റോയ് ജേക്കബ്, U.A. നസീർ, റോബിൻ ചെറിയാൻ തുടങ്ങി നിരവധി പ്രമുഖ വ്യക്തികൾ ആദരാഞ്ജലികൾ അർപ്പിച്ച് സംസാരിച്ചു. സർഗവേദിയുടെ കോർഡിനേറ്റർ P.T. പൗലോസ് നന്ദി പറഞ്ഞു. അച്യുതാനന്ദൻ്റെ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടുള്ള ഒരു അനുസ്മരണ മീറ്റിംഗാണ് നമ്മൾ ഇവിടെ സംഘടിപ്പിക്കുന്നത്. ഇവിടുത്തെ ഒരു മുതിർന്ന ഇടതുപക്ഷ അനുഭാവിയായിട്ടുള്ള E.M. സ്റ്റീഫൻ, അങ്ങനെ ഒത്തിരി പ്രവർത്തകർ, സ്നേഹിതർ, സഹൃദയർ, അനുഭാവികളല്ലാത്തവർ എല്ലാവരും നമ്മുടെ ഈ കൂട്ടത്തിലുണ്ട്. അപ്പോൾ ഈ പരിപാടി, ഈ പ്രോഗ്രാമിൻ്റെ അധ്യക്ഷനായിട്ട് നമുക്ക് E.M. സ്റ്റീഫനെ, ബഹുമാനപ്പെട്ട E.M. സ്റ്റീഫൻ. സഖാക്കളായ പി. കൃഷ്ണപിള്ളയും സഖാവായിരുന്ന ബഹുമാനപ്പെട്ട ആർ. സുഗതൻ സാറും, സുഗതൻ സാറിനെ പറയുമ്പോൾ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്, കാരണം അദ്ദേഹത്തിൻ്റെ അന്ത്യകാലങ്ങളിൽ ഞാനും കൂടെ റൂമിലുണ്ടായിരുന്ന മനുഷ്യനാണ്. സുഗതൻ സാറിൻ്റെയും നോട്ടത്തിൽ ഈ വ്യക്തിയെ കണ്ട് അദ്ദേഹത്തെ സംഘടനാ രീതികളുടെ കാര്യങ്ങളെക്കുറിച്ച് പഠിപ്പിച്ച് ഉന്നതനായിട്ടുള്ള അച്യുതാനന്ദൻ അഥവാ VS, അങ്ങനെയാണ് അദ്ദേഹം VS ആയിരുന്നത്. പാളയിൽ ഞങ്ങൾ കഞ്ഞി കുടിക്കില്ല, തമ്പുരാനെന്ന് വിളിക്കില്ല എന്ന ആദ്യത്തെ മുദ്രാവാക്യം മുഴക്കി തൊഴിലാളികളെ പണിമുടക്കിനിറക്കിയ വ്യക്തിയായിരുന്നു. ഇന്ന് കേരളത്തിന്റെ പുരോഗതിയിൽ നല്ല രീതിയിൽ ഒരു മാർക്ക് രേഖപ്പെടുത്താൻ സാധ്യമായിട്ടുള്ള V.S. അച്യുതാനന്ദന്റെ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തുന്നതിന് V.S. അച്യുതാനന്ദൻ്റെ ദേഹവിയോഗത്തിൽ എൻ്റെ കുടുംബത്തിൻ്റെയും ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന സംഘടനകളുടെയും അനുശോചനം അറിയിക്കുകയാണ്. ഒരു കാര്യം ഞാൻ പറഞ്ഞു, ഇത്രയും ആദർശസിദ്ധനായ ഒരു നേതാവ് ഇന്ത്യയിൽ, കേരളത്തിലുണ്ടായിരുന്നു. അമേരിക്കയിൽ ഞാൻ ഇതുപോലെ ആദർശസിദ്ധനായ ഒരു നേതാവിനെ കണ്ടിരിക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന സഖാവ് E.M. സ്റ്റീഫനാണ്. അപ്പോൾ അച്യുതാനന്ദൻ കഴിഞ്ഞാൽ ഞാൻ കണ്ടിരിക്കുന്നത് E.M. സ്റ്റീഫൻ. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് V.S. അച്യുതാനന്ദൻ എങ്ങനെയാണ് ഈ പോരാട്ടത്തിലേക്ക് വന്നത്? അത് പൂഞ്ഞാറിൽ നടന്ന ക്രൂരമർദ്ദനത്തിന് മുമ്പ് തന്നെ വളരെ ചെറുപ്പത്തിൽ അനാഥനായപ്പോൾ തുടങ്ങിയ പോരാട്ടം അദ്ദേഹം ഇപ്പോൾ മരണപ്പെടുന്നത് 102 വയസ്സ്. കഴിഞ്ഞ 6 വർഷം പൊതുപരിപാടികളിൽ നിന്നെല്ലാം മാറി നിന്നിട്ടും ഈ നിര്യാണത്തിന് ശേഷം എന്തുമാത്രം ജനങ്ങളാണ് ജോസ് പറഞ്ഞപോലെ ഇവിടെ ഒഴുകിയെത്തിയത്. ലക്ഷക്കണക്കിന് ആൾക്കാർ. ഈ ജനങ്ങളുടെ ഒഴുക്കും ആവേശവും കണ്ടപ്പോൾ ആരെങ്കിലുമൊക്കെ ചിന്തിച്ചിട്ടുണ്ടാകും, ഞങ്ങളുടെ ഈ മുദ്രാവാക്യത്തിൽ അച്യുതാനന്ദൻ വീണ്ടും എഴുന്നേറ്റ് വരുമായിരിക്കും എന്നുള്ള ചിന്ത ഒരു കുഞ്ഞിൻ്റെയെങ്കിലും മനസ്സിൽ കടന്നു പോയിട്ടുണ്ടാകും. അതുപോലെ കാർൽ മാർക്സ് മരിച്ചപ്പോൾ എംഗൽസ് നടത്തിയ ചരമപ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞത് മനുഷ്യ സമൂഹത്തിന് ഒരാൾ പൊക്കം കുറഞ്ഞു എന്നാണ്. മനുഷ്യ സമൂഹത്തിന് ഒരാൾ പൊക്കം കുറഞ്ഞു പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. മറ്റൊരു കാര്യം നമ്മൾ ഓർക്കേണ്ടത്, ഞാൻ ബേബി ഊരാളി പറഞ്ഞ ഒരു വാക്ക് കടമെടുക്കുകയാണ്. ഇദ്ദേഹത്തിൻ്റെ ജീവിതം പറഞ്ഞു തീർക്കേണ്ടതല്ല, ഒരു പാഠപുസ്തകം ആക്കേണ്ടതാണ്. രാഷ്ട്രീയ വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ ഒരു പാഠപുസ്തകമാക്കി തന്നെ അച്യുതാനന്ദൻ്റെ ജീവിതം നാം കൈകാര്യം ചെയ്യേണ്ടതാണ്. അനുശോചനം കൊണ്ട് അവസാനിപ്പിക്കേണ്ടതല്ല.
പറഞ്ഞ് പുകഴ്ത്തേണ്ടതല്ല, ഈ ഓരോ നടപടിക്രമങ്ങളും അദ്ദേഹത്തിൻ്റെ ശൈലിയും ജീവിത രീതിയും ഒരു പാഠപുസ്തകമാക്കി തന്നെ കേരളത്തിലെ രാഷ്ട്രീയ വിദ്യാർത്ഥികൾ പഠിക്കുകയും അത് പിന്തുടരുകയും ചെയ്യുകയാണെങ്കിൽ നന്നായിരിക്കും. അദ്ദേഹത്തിൻ്റെ ചരമത്തിൽ നിങ്ങളോട് ഞാൻ വിശ്വസിക്കുന്നു. ആ 7 മാസം പ്രായമുള്ള ആ ഒരു കുഞ്ഞാണ് ഇന്ന് നിലവിൽ കേരളത്തിലെ അവസാന കമ്മ്യൂണിസ്റ്റ്. അവന്റെ കാലശേഷം മാത്രമേ ഈ മാധ്യമങ്ങൾക്കും ഈ സോഷ്യൽ മീഡിയയ്ക്കും എഴുതുവാൻ പറ്റുകയുള്ളൂ ഇനി ഒരു കമ്മ്യൂണിസ്റ്റുകാരനില്ല എന്ന്. ആദ്യം 7 മാസം പ്രായമുള്ള ആ കുഞ്ഞ് വളർന്നു വരട്ടെ. അവൻ വളർന്നു വന്നതിന് ശേഷം അവന്റെ കാലശേഷം ഈ വലതുപക്ഷ മാധ്യമങ്ങളും ഈ പറയുന്ന സോഷ്യൽ മീഡിയയും എഴുതട്ടെ ആ ഇനിയും കേരളത്തിൽ കമ്മ്യൂണിസ്റ്റുകാരില്ലെന്നുള്ളത്. ലേബർ യൂണിയനുമൊക്കെ ഒത്തിരി അവർക്ക് അവിടെ ഇൻഫ്ലുവൻഷ്യൽ ആയിട്ട് ഉള്ളത് കൊണ്ട്, ആ ഒരു ചിന്ത ഉള്ളത് കൊണ്ട് അന്ന് മലയാളികൾ രക്ഷപ്പെട്ടു. ബിക്കോസ് വി ഹാഡ് ദ ടൈ അപ്പ് ബിറ്റ്വീൻ കേരള കമ്മ്യൂണിസം ആൻഡ് തമിഴ്നാട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അഫിലിയേഷൻസ്. VS അവർകൾ നമുക്ക് വേണ്ടി ഒത്തിരി ത്യാഗങ്ങൾ, ആ ത്യാഗങ്ങൾ അത്രയും ഓർക്കുന്നു. അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി നിങ്ങളോടൊപ്പം നേരുന്നു. ജീവിതം അറിഞ്ഞതും പറഞ്ഞതും പ്രവൃത്തിയിൽ പകർത്തിയോൻ, അറിഞ്ഞതും പറഞ്ഞതും പ്രവൃത്തിയിൽ പകർത്തിയോൻ, കൈതയല്ല പൊതുജനം പാർട്ടിയെ ചുവക്കുവാൻ എന്നുറച്ചു ചെയ്ത സേവനം മഹത്തരം. കൈതയല്ല പൊതുജനം പാർട്ടിയെ ചുവക്കുവാൻ എന്നുറച്ചു ചെയ്ത സേവനം മഹത്തരം. തവ ജന്മം എത്ര ധന്യമോ, ഇനി അങ്ങ് ഉറങ്ങിയാലും അറബിക്കടലിൻ തീരത്ത് VSA കേൾക്കുന്നില്ലേ ലാൽ സലാം, റെഡ് സല്യൂട്ട് ലാൽ സലാം. സ്വതന്ത്ര ജനാധിപത്യ ഇന്ത്യയിലെ നമ്മൾ തെരഞ്ഞെടുത്ത ഒരു സർക്കാരിൻ്റെ പോലീസ് ഇതുപോലെ ഒരു ക്രൂരകൃത്യം ചെയ്യുവാൻ പ്രാപ്തരാണോ എന്നുള്ളതാണ്. അടുത്ത തലമുറ VSന്റെ ജീവചരിത്രം വായിക്കുമ്പോൾ അവർ അത്ഭുതപ്പെടും. ഇത്രമാത്രം ക്രൂരത ചെയ്യുവാന് സ്വതന്ത്ര ജനാധിപത്യ ഇന്ത്യയുടെ പോലീസിന് കഴിയുമോ? അദ്ദേഹത്തിനെ കൊണ്ട് പറ്റുന്നത് പോലെ അദ്ദേഹത്തിൻ്റെ വ്യൂസ് ഇംപ്ലിമെൻ്റ് ചെയ്തു. എപ്പോഴും മനുഷ്യത്വം മുമ്പിൽ കണ്ടിരുന്നു. അദ്ദേഹത്തിൻ്റെ മരണത്തിൽ പൈനിയർ ക്ലബിനുള്ള ആദരാഞ്ജലികളും ഞാൻ സമർപ്പിക്കുന്നു. ഇരുട്ടിൽ വെളിച്ചം പകരുന്നവനാണ് നേതാവ്. അത് രാഷ്ട്രീയമായിട്ടോ മതപരമായിട്ടോ കാണേണ്ട കാര്യമില്ല. നമ്മളുടെ ആവശ്യ നേരത്ത് നമ്മളെ നയിക്കുന്നവനാണ് നേതാവ്. അത് ശ്രീ അച്യുതാനന്ദൻ ചെയ്തിട്ടുണ്ട്, ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. വല്ലാറിൻ്റെ വാക്കുകൾ 1000 യുഗങ്ങളിൽ ഒരിക്കലെങ്കിലും വരാറുള്ള അവതാരങ്ങളിവിടെ. അതിലൊരു അവതാരമാണ് VS എന്ന് ഞാൻ വിശ്വസിച്ചുകൊണ്ട് VSന്റെ ഒരു ആരാധകൻ എന്ന നിലയിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഒരു വാക്കുകൂടി. ഈ സായാഹ്നത്തെ വിജയിപ്പിക്കുവാൻ, ഈ അനുശോചന യോഗത്തെ വിജയിപ്പിക്കുവാൻ ഒത്തുകൂടിയ എല്ലാവർക്കും നന്ദി പറഞ്ഞു, സംഘവേദിയുടെ പേരിൽ നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. നന്ദി.